ഈ അടുത്ത് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ റിലീസിംഗ് ആയിരുന്നു അതിൻ്റെ. ഇപ്പോൾ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ കേട്ടിട്ട് കുട്ടികൾ അതിനകത്ത് നൃത്തം കളിക്കുകയാണ് തിയേറ്ററിനകത്ത്. ഈ കാലഘട്ടത്തിലും ആ പാട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ, അതായത് കഴിഞ്ഞ മാസമാണ് അത് സംഭവിക്കുന്നത്, വാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ? തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. എൻ്റെ പാട്ടുകൾ ഇന്ന് കൂടുതൽ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. കാരണം ഞാൻ 28 വയസ്സിലും 29 വയസ്സും ചെയ്ത പാട്ടുകൾ ഇന്നത്തെ കുട്ടികൾ പാടുന്നു. അപ്പോൾ ചില സമ്മേളന സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ കൂടി വരും, ഓട്ടോഗ്രാഫ് വേണം, സംസാരിക്കുക, അപ്പോൾ ഫോട്ടോ എടുക്കണം. അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ എങ്ങനെ അറിയാം? ഞാൻ പടമൊന്നും എടുക്കുന്നില്ലല്ലോ, ഞാൻ പടം എടുത്ത കാലം കഴിഞ്ഞു, ഞാനിപ്പോൾ സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാം. യൂട്യൂബ് ഉണ്ടല്ലോ സാർ, ഞങ്ങളുടെ യൂട്യൂബിലൂടെ ആണ് സാറിനെ മനസ്സിലാക്കി, സാറിൻ്റെ പാട്ടുകൾ എല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. കാരണം എനിക്ക് തന്നെ ഒരു തിരിച്ചറിവാണ്. എന്നെ സംബന്ധിച്ചോളം ഈ പാട്ടുകൾ എഴുതുമ്പോൾ എനിക്കൊരു നിഷ്കർഷം ഉണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, ആ സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, ആ കഥാസന്ദർഭത്തിന് അനുയോജ്യമായിരിക്കണം. അതേസമയം ഈ സിനിമ കഴിഞ്ഞാലും ഓർക്കത്തക്ക എന്തെങ്കിലും ആ പാട്ടിലുണ്ടാവണം. അത് ഫലം ചെയ്തു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ സാറേ, ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് 3 പ്രാവശ്യം റിലീസ് ചെയ്തു. അപ്പോൾ ആദ്യം റിലീസ് ചെയ്തു സിന്ധുവിൽ. ഞാൻ തിരക്കഥ എഴുതിയ പടം. അതെ, ഞാൻ തിരക്കഥയും പാട്ടുകൾ എഴുതിയ പടമാണ് സിന്ധു. അതൊരു ഫാസ്റ്റ് ആയി തുടങ്ങുന്ന പാട്ടാണ്. പക്ഷേ ലാസ്റ്റ് ചരണം അത് സ്ലോ ആകും. നായകൻ പാടുമ്പോൾ പിണങ്ങി നിൽക്കുന്ന ഭാര്യ അത് കേൾക്കുകയാണ്, അവൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്.